സായി കുത്തി കുത്തി ചോദിച്ച് ജാസ്മിനെ കൊണ്ട് ആ സത്യം പറയിപ്പിച്ചിരിക്കുകയാണ്. സായിയും സിജോയും ജാസ്മിനും കൂടെ റൂമിലിരുന്ന് സംസാരിക്കുകയാണ്. അവർ ഗബ്രീനെ പറ്റിയാണ് സംസാരിക്കുന്നത്. സിജോയും സായിയും ജാസ്മിൻ്റെ അടുത്ത് ചോദിച്ചു, എന്തുകൊണ്ടായിരിക്കും ഗബ്രി വീട്ടിൽ നിന്ന് പുറത്തായത്, എന്തായിരിക്കും അതിന്റെ കാരണമെന്ന് ചോദിക്കുന്നു. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട്, അവൻ പുറത്തായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അവൻ സീക്രട്ട് റൂമിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് ജാസ്മിൻ പറയുന്നു. ഓൾറെഡി പുറത്തായ കാര്യങ്ങളൊക്കെ എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ കാണിച്ചതാണ്. അപ്പോൾ സായി പറയുന്നു, ഓക്കെ, അപ്പോൾ എന്തായാലും ഒരാഴ്ച കഴിയുമ്പോൾ നിനക്ക് വിശ്വസിക്കാൻ പറ്റൂലോ അവൻ പുറത്തായി എന്നുള്ള കാര്യം. അപ്പം നിനക്ക് എന്തായിരിക്കും തോന്നുന്നത്, അവർ എന്തുകൊണ്ടായിരിക്കാം പുറത്തായത് എന്ന് നിനക്ക് എന്തായിരിക്കും തോന്നുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പം ജാസ്മിൻ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് എന്താ പറയണ്ടേന്ന് അറിയാൻ മേലാതെ പെട്ടെന്ന് പറയാണ്, അല്ല അതിപ്പോ അങ്ങനെയല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞ കേക്ക്, സിജോ ഇപ്പോൾ ഇവിടുന്ന് പുറത്തായി എന്ന് വെച്ചു അടുത്ത ആഴ്ച, അപ്പോൾ ഇവൻ എന്തുകൊണ്ടാണ് പുറത്തായെന്ന് എനിക്കറിയാൻ പാടില്ല എന്ന് ജാസ്മിൻ പറയുന്നു. അപ്പം സായി പറയുന്നു, ഇപ്പോൾ അടുത്ത ആഴ്ച ഒരാൾ പുറത്താവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പുറത്താവുകയാണെങ്കിൽ, അല്ലെങ്കിൽ സിജോ പുറത്താവുകയാണെങ്കിൽ എനിക്ക് വ്യക്തമായിട്ടൊരു കാരണമുണ്ടായിരിക്കും അവൻ എന്തുകൊണ്ടായിരിക്കാം പുറത്തായതെന്ന് എൻ്റെ മനസ്സിലൊരു കാരണം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഗബ്രി എന്തുകൊണ്ടാണ് പുറത്തായതെന്ന് നിന്റെ മനസ്സിലും ഒരു കാരണം ഉണ്ടായിരിക്കില്ലേ എന്ന് ജാസ്മിൻ്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ ജാസ്മിൻ ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി. അത് അവസാനം ജാസ്മിൻ പറയുന്നുണ്ട്, ഇല്ല എനിക്ക് അങ്ങനെ വ്യക്തമായുള്ള ഒരു കാരണമില്ല, എനിക്കൊന്നും തോന്നുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ സിജോ വീണ്ടും എടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്കൊരു തോന്നൽ പോലും ഇല്ലേ, ഒന്നുമില്ലെന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ വീണ്ടും പറയുന്നുണ്ട്, ഇല്ല എനിക്കൊന്നും തോന്നുന്നില്ല, എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ സായി വീണ്ടും പിന്നെ വേറെ രീതി ചോദിക്കുന്നു, നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ, ഇന്നതുകൊണ്ടായിരിക്കുമോ അവൻ പോയതെന്ന് സംശയം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ഇനി ഞാനും അവനുമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇൻസിഡന്റ് കൊണ്ടാണോ പോയത് എന്ന് എനിക്ക് അറിയത്തില്ല, അങ്ങനെ ഒരു സംശയമുണ്ട് എന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ അത് ജാസ്മിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ചെയ്തത്. ജാസ്മിൻ ഒരു കാരണവശാലും അത് പറയണമെന്നും ഓർത്തതല്ല. ജാസ്മിൻ അങ്ങനെ ഒഴിഞ്ഞു മാറി എന്തുകൊണ്ടാണ് പുറത്തായിരുന്നത് ഉത്തരം പറയാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ആ ഒരു സമയത്താണ് സായി വീണ്ടും കുത്തി ചോദിച്ചത്. അപ്പോൾ ജാസ്മിൻ അത് പറയാതിരിക്കാൻ മേല. എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്, ജാസ്മിന്റെയും ആ ഒരു ഗബ്രിയുടെയും റിലേഷൻഷിപ്പ് വളരെ മോശമായ രീതിയിലാണ് പുറത്തേക്ക് പോയത് എന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. ലാലേട്ടനും വരെ ആ ഒരു എപ്പിസോഡിൽ വന്ന് അവരെ എയറിൽ കയറ്റിയതൊക്കെ എല്ലാവരും തന്നെ കണ്ടതാണ്. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കാം പുറത്തായെന്നുള്ളതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാരണം അത് തന്നെയാണ്. അത് കൂടുതൽ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് സായിക്കും അറിയാം, സിജോയ്ക്കും അറിയാം, ജാസ്മിനും അറിയാം. പക്ഷെ അത് ജാസ്മിനെ തുറന്ന് പറയാൻ ഒരു മടി. അതുകൊണ്ട് സായി കുത്തി ചോദിച്ച അവസാനം ജാസ്മിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ജാസ്മിനുമായിട്ടുള്ള ആ ഒരു കോംബോ, ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടില്ലായിരുന്നുവെങ്കിൽ ഗബ്രി ഒരുപക്ഷെ ഇന്നും ആ വീട്ടിൽ ഇപ്പോൾ ഒരു മികച്ച മത്സരാർത്ഥിയായിട്ട് തുടർന്നേനെ. കാരണം ഏറ്റവും നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരാളാണ്, ഗെയിമിൽ അത്യാവശ്യം നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, അവിടെ സേഫ് ഗെയിം കളിക്കുന്നവരെക്കാളും മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഗബ്രിനെ ഹേറ്റ് ചെയ്യപ്പെടാൻ ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു കോംബോ ആയിട്ട് അവിടെ ഒരു റിലേഷൻഷിപ്പിൽ അവിടെ ഇരുന്ന് അവരുടേതായ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്തും അവർ രണ്ടുപേരും മാത്രമായിട്ടുള്ള ഒരു ലോകത്തിലിരുന്ന് സംസാരിക്കുന്നത് കൊണ്ടായിരിക്കാം മേ ബി ഒരു ഹേറ്റ് വന്നത്. അതുകൊണ്ട് തന്നെ നിസ്സംശയം തന്നെ പറയാം, ആ ഒരു റിലേഷൻഷിപ്പ് ബോണ്ടിലേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ ഗബ്രി ഉറപ്പായിട്ടും ഇപ്പോഴും അവിടെ തുടർന്നേനെ. എന്തായാലും അത് സായി ജാസ്മിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.